നിന്നോടുണ്ടായിരുന്ന എല്ലാ സ്നേഹവും സഞ്ജുന്റെ മനസ്സിൽ നിന്ന് പോയി. കവിതയമ്മയ്ക്കും എന്റെ അമ്മയ്ക്കും അടിക്കാൻ ഒരു വടി നീ തന്നെ കൊടുത്തു. ഒന്നും വേണ്ടായിരുന്നു മോളെ. എനിക്കെല്ലാം മനസ്സിലായി ചേച്ചി. നെഞ്ചു പൊട്ടി കരഞ്ഞു വിളിച്ചിട്ടും അമ്മ വാതിൽ തുറന്നില്ല. അമ്മയുടെ മകൻ പറഞ്ഞതുപോലെ ഈ ദിവസം അദ്ദേഹത്തിന്റെ അമ്മയെ ഞാൻ ശല്യപ്പെടുത്തി. എനിക്ക് വലിയൊരു തെറ്റ് പറ്റിപ്പോയി. ചേച്ചിയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ചേച്ചി എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞാൻ ആരെ എന്താന്നറിയാതെ അരുതാത്ത പ്രവൃത്തികൾ ചെയ്തു. എന്നോട് ക്ഷമിക്കും ചേച്ചി. അമ്മു, നീ എന്നെ കരയിപ്പിക്കരുത്. വാ പോവാ. ഇനി എന്നോട് വീട്ടിൽ നിൽക്കാൻ ചേച്ചി പറയരുത്. നീ എന്താ പറയുന്നത്? ചേച്ചി എന്നെ തടയരുത്. തടഞ്ഞാലും ഞാനത് അനുസരിക്കില്ല. അത് ചേച്ചിയോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല. ചേച്ചിയല്ലാതെ എന്നെ വേറെ ആരും മനസ്സിലാക്കാനാ. പോവരുതെന്നൊരു വാക്ക് ചേച്ചി എന്നോട് പറയരുത്. നീ പൊയ്ക്കോ. ഇനി നിന്നെ ഞാനിവിടെ പിടിച്ചു നിർത്തില്ല. ഈ വീട്ടിൽ നിന്ന് ആരും നിന്നെ തേടി വരികയില്ല. തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിന് വേണ്ടി എന്തിനാ നീ മറ്റുള്ളവരുടെ പരിഹാസത്തിനും കുത്തുവാക്കുകൾക്ക് ഇരയാവുന്ന? എന്റെ അനിയത്തി പൊയ്ക്കോ. ചിരിമുകിലും മറന്നു പോയി മിഴി നിറയുന്നിതാ. കനവുകളും പറന്നു ദൂരെ വിട പറയുന്നിതാ. പുലരികൾ പൊഴിയവേ രാവായി മാറിയോ ദിനം. മൊഴികളാൽ മുറിയവേ താനേ തേങ്ങിയോ മനം. നിഴലേ നീ മാത്രമൊപ്പം. ചിരിമുകിലും മറന്നു പോയി മിഴി നിറയുന്നിതാ. കനവുകളും പറന്നു ദൂരെ വിട പറയുന്നിതാ. സഞ്ജു, ദൈവമേ, അമ്മു ഇറങ്ങി പോവാണോ? ഒന്നും പ്രതീക്ഷിക്കാതെയും മോഹിക്കാതെയും ഈ കുടുംബത്തിനു വേണ്ടി ജീവിച്ചതവൾ. സ്നേഹിക്കുന്നവർ തള്ളി പറഞ്ഞാൽ പിന്നെ അവൾ എങ്ങനെ ഇവിടെ നിൽക്കും?
നീ ബാഗുമായിട്ട് അവിടെ പോവോ? ഞാൻ പോയിക്കോട്ടെ മുത്തശ്ശ. പോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നിന്നെ ഞങ്ങള് വിടുവെന്ന് നീ കരുതണ്ട. മോളെ നോക്ക്, സഞ്ജു അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് നിനക്കൊന്ന് ക്ഷമിച്ചൂടെ? നിന്റെ ഏട്ടന്റെ സ്ഥാനമല്ലേ അവനുള്ളത്? ഏട്ടൻ അനിയത്തെ ദേഷ്യം വന്ന ശകാരിക്കില്ലേ? ആ സമയം കഴിഞ്ഞ അത് തീർന്നു. അദ്ദേഹത്തിന് എന്നെ ശാസിക്കാൻ അധികാരമുണ്ട്. എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിലൊരു വേദനയുമില്ല. ഈ വീട്ടിൽ ആരോടും എനിക്ക് പരിഭവവുമില്ല. പിന്നെന്തിനാ നീ ബാഗ് എടുത്തിറങ്ങിയത്? ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു. അറിയിക്കാത്ത സ്നേഹം എനിക്ക് കിട്ടി. പക്ഷെ എന്റെ ഭാഗത്തു നിന്നുണ്ടായത് നന്ദികേടായിപ്പോയി. ഇനി ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ല. അത് നിനക്ക് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. പഴമക്കാര് പറയാറുള്ളത് പോലെ തലമറന്ന് എണ്ണ തേക്കാനാ നീ തുനിഞ്ഞത്. ഈ വീട്ടിൽ നീ എന്തൊക്കെയാണെന്നൊരു തോന്നല് നിനക്ക് വന്നുപോയി. ഭർത്താവിന്റെ ഓർമ്മ ദിവസം വാതിലടച്ച് ഉപവാസവ്രതം അനുഷ്ഠിച്ച ഒരു വിധവയുടെ മുറിയുടെ വാതിൽക്കൽ ചെന്ന് നീ എന്തൊക്കെയാ പറഞ്ഞത്? ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യങ്ങളാണോ ഇതല്ല? ആ, സഞ്ജു ആയതുകൊണ്ട് അത് ക്ഷമിച്ചു. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. അത് തിരിച്ചറിഞ്ഞ് തന്നെയാ ഞാൻ പോകാൻ ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസത്തെ ആഘോഷം കഴിഞ്ഞ് അമ്മ വന്നപ്പോ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. രാത്രി അമ്മയ്ക്ക് ഉറങ്ങാനും കഴിഞ്ഞിട്ടില്ല. അമ്മ മുറിയടച്ചിരുന്ന രോഗം വന്ന എന്ത് ചെയ്യും? അങ്ങനൊരു തോന്നൽ എന്റെ മനസ്സിൽ വന്നുപോയി. തെറ്റായിപ്പോയി, ക്ഷമിക്കണം എന്നോട്. ഞാൻ മാപ്പ് ചോദിക്കാം. എല്ലാരോടും ഞാൻ മാപ്പ് ചോദിക്കാം. എല്ലാവരുടെയും മുന്നിലൂടെ ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ തേടി ആരും വരരുതെന്ന് ഒരപേക്ഷയുണ്ട്. ആര് വന്നാലും ഞാനിനി തിരിച്ചു വരില്ല. ഡിമാൻഡ് വെച്ച പോക്ക് പഠിച്ച കള്ളി. അമ്മോ, നിനക്ക് ഞങ്ങളെ വേണ്ടെന്ന് വെച്ച് പോവാൻ കഴിയൂ? ദിനേശ് ഏട്ടനൊരു മാനസാന്തരം ഉണ്ടാക്കിയത് നീയാ. അല്ല, ദിനേശന് എന്ത് മാനസാന്തരം വന്നു നീ പറയുന്നത്? കയ്യിൽ കാശില്ല, അത് തന്നെ. അതെനിക്ക് കവിതയെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അമ്മൂനെ വേദനിപ്പിച്ചത് സഞ്ജു അല്ല, ശ്രീദേവി ഏട്ടത്തിയാണെന്ന് എനിക്കറിയാം. സഞ്ജുവേ, നിനക്ക് ആരുമല്ല. നമ്മുടെ ജീവിതത്തിലൂടെ ആരെല്ലാം സഹായിച്ചും ആശ്വസിപ്പിച്ചും കടന്നു പോകുന്നു. അങ്ങനെ ഒരാൾ മാത്രമാ നിനക്ക് സഞ്ജു. അത് എനിക്കും കാവേരിക്കും അറിയാം. പക്ഷേ ശ്രീദേവി ഏട്ടത്തിയിൽ അമ്മ കണ്ടത് ഒരമ്മയായിരുന്നു. ശ്രീദേവി ഏട്ടത്തി വാതിൽ തുറക്കാത്തതാ നിന്നെ വേദനിപ്പിച്ചത്. ശ്രീദേവി ഏട്ടത്തി അതിന് ഒരിക്കലും കുറ്റക്കാരിയല്ല. അത്ര വേദന ശ്രീദേവി ഏട്ടത്തി ഈ ദിവസം അനുഭവിക്കുന്നുണ്ട്. ഭർത്താവിന്റെ ബലികർമ്മം നടക്കാത്ത കാലത്തോളം ഈ ഓർമ്മ ദിവസം ശ്രീദേവി ഏട്ടത്തി ആ മുറിയിൽ കരഞ്ഞു തീർക്കും. എല്ലാം അറിഞ്ഞു വെച്ച് നീ പോയാൽ ശ്രീദേവി ഏട്ടത്തിക്ക് അത് സഹിക്കാനാവില്ല.
ആ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കാനാ നീ ശ്രമിക്കേണ്ടത്. എനിക്കിനി അതിന് കഴിയില്ല. ഞാൻ ഇറങ്ങുന്നു. അമ്മു, സഞ്ജു, ഇവരോട് പോകണ്ടെന്ന് പറ. ശ്രീകുട്ടിയൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. പോന്നവളെ തിരിച്ചു വിളിക്കുന്നോ? അച്ഛനെ ഉണ്ടായതൊന്നും പോരെ. രാജു, ശ്രീകുട്ടിയോട് പോയി പറയടാ അമ്മ പോകുന്ന കാര്യം. ശരി. ഇവിടെ നടക്കുന്നൊന്നും അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ സ്വാതിയെ വിളിക്കാം. രാജുട്ടിന് അവിടെ നിൽക്ക്. ചേച്ചിയോട് പറഞ്ഞിട്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്നോട് പോയിക്കോളാൻ ചേച്ചി പറഞ്ഞു. അമ്മു നിക്ക്. സ്വാതി, നീ എന്തിനുള്ള പുറപ്പാടാണെന്ന് വല്ല ബോധം നിനക്കുണ്ടോ? സ്വബോധം നഷ്ടമായിരിക്കുന്നത് സഞ്ജുന. അമ്മു, നിന്റെ കൂടെ ഞാനും വരുന്നു. ശ്രീകുട്ടി, ഒച്ചയിടണ്ട. അവളിവിടെ കൊണ്ടുവന്നത് ഞാനാ. എന്റെ കൂടെ പിറപ്പായിട്ട്. ഒരിക്കൽ നിങ്ങൾ എല്ലാരും കൂടെ അവളെ ഓടിച്ചു വിട്ടു. ഇപ്പോ എല്ലാവരുടെ മുന്നിലൂടെ അവൾ ഇറങ്ങി പോകുന്നു. അവൾക്കൊപ്പം ഞാനും ഉണ്ടെന്ന് ഉറപ്പില്ല പൊയ്ക്കോളാൻ ഞാൻ അവളോട് പറഞ്ഞത്. നിന്നെ പ്രസവിച്ച് നിന്റെ അമ്മയായ എന്നെ വേണ്ടെന്ന് വെച്ച് എവിടുന്നോ വന്ന ഒരു പെണ്ണിന് വേണ്ടി നീ പോവോ? പറയടി. നീ ഇവളെങ്ങനെ നിനക്ക് അനിയത്തിയായത്? അമ്മ പ്രസവിച്ച കുഞ്ഞ് ഞാനാണെന്നുള്ളതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫ് വിചാരിച്ച തീരാവുന്നതേ ഉള്ളൂ ഈ വിശ്വാസമൊക്കെ. കുഞ്ഞുങ്ങളെ പരസ്പരം മാറ്റി എത്രയോ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. തന്റേതല്ലാത്ത കുഞ്ഞുങ്ങളെ ആ അമ്മമാർക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് എന്റെ അനിയത്തിയെ അംഗീകരിച്ച് സ്നേഹിച്ചൂടെ? രക്തബന്ധത്തിന് അവകാശത്തിന്റെ വിലയേ ഉള്ളൂ. സ്നേഹബന്ധത്തിന് ആർക്കും വിലയിടാനാവില്ല. ഞാനും എന്റെ അനിയത്തിനെ ഈ വീട്ടിൽ നിൽക്കില്ല. പോവാമോ? അരുത് ചേച്ചി, എന്റെ കൂടെ വരരുത്. നിന്നെ കൈവിട്ട് എനിക്കൊരു ജീവിതം വേണ്ട അമ്മു. നീ നടക്ക. മക്കളെ, പോലെ മോളെ, സ്വാതി, മക്കളെ. അമ്മയെ വിട്ടിട്ട് പോവാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അവള് കരഞ്ഞു വിളിച്ചതല്ലേ അമ്മ. അമ്മ അത് ചെവി കൊണ്ടോ? അതിലിൽ തല തല്ലി കരഞ്ഞതല്ല. എന്നിട്ട് അമ്മ കേട്ടോ? നിന്റെ സങ്കടം കേട്ട് നെഞ്ചൊരുകുമ്പോഴും അമ്മ അത് അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു. എന്റെ മോള് തന്നെ. അതിൽ നിനക്കൊരു സംശയം വേണ്ട. എന്റെ കൂടെ ഈ വീട് വിട്ടിറങ്ങി വരാൻ അമ്മയ്ക്ക് 100 വട്ടം സമ്മതം. ശ്രീകുട്ടിയല്ല ഇവൾക്കൊപ്പം പോകേണ്ടത്, ഞാന്. ഞാനും വരാം മോളെ, നിന്റെ കൂടെ ഞാനും വരാം. അമ്മ വാതില് തുറക്കാത്തത് 19 വർഷത്തെ എന്റെ ശീലമായതുകൊണ്ട്. എന്റെ മുകുന്ദേട്ടന്റെ ഓർമ്മ ദിവസം ഇതിനു വേണ്ടി ഒരുരുള പിണ്ടം വയ്ക്കാനില്ലാത്ത ഭാഗ്യം കെട്ടവളായി പോയി ഞാൻ. കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ തന്നെ അത് ചെയ്യാതിരുന്നത്. അദ്ദേഹത്തെ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്തവരെ വേദനിപ്പിക്കണ്ടെന്ന് കരുതി. പകരം അമ്മ ശീലിച്ചത് അദ്ദേഹത്തിന് വേണ്ടി ഉപവാസം അനുഷ്ഠിക്കുകയായിരുന്നു. എന്റെ ഭർത്താവിന് വേണ്ടി അത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ മോളെ?
അതാ പതിവ് മുടങ്ങി. മുകുന്ദേട്ടന്റെ ആത്മാവ് അത് ക്ഷമിച്ചു കാണും. പുറത്തേക്ക് പോ എന്നോട് പറയുന്നത് കൊണ്ടാവും വാതില് തുറന്നിറങ്ങി വരാൻ എനിക്കൊരു മനസ്സുണ്ടായത്. വേണ്ടി എന്ത് കർമ്മവും ഞാൻ ചെയ്യാമേ. മോനെ, നീ ശീലിച്ചിട്ടില്ലാത്തതൊന്നും നീ ചെയ്യണ്ട. അമ്മ പരാതിയോ പരിഭവോ പറഞ്ഞതല്ല. ഉള്ളിൽ നിന്ന് അറിയാതെ വന്നു പോയതാ. ഞാനിത് അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. എന്റെ അച്ഛന് വേണ്ടി എനിക്കിനി മുതൽ അത് ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് തോന്നുക. തികഞ്ഞ വിശ്വാസത്തോടെ തന്നെ ഞാൻ അച്ഛന് വേണ്ടി ബലിതർപ്പണം നടത്തും. മുത്തച്ഛ വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. എന്റെ മോനെ, ഒടുവിൽ നിനക്കതിന് മനസ്സ് വന്നു. കേട്ടില്ലേ നമ്മുടെ കൊച്ചുമാൻ പറഞ്ഞത്? നമ്മള് മരിച്ച നമുക്ക് കർമ്മം ചെയ്യാൻ ആരും ഉണ്ടാവില്ലെന്നുള്ള സങ്കടം പറച്ചിലായിരുന്നല്ലോ എന്നോട്. ഇനിയിപ്പോ ആ സങ്കടം വേണ്ട, എന്റെ മോൻ ചെയ്തോളും. ദിനേശ, നോക്കി നിൽക്കാതെ ശാസ്ത്രികളെ വിളിക്കേ. 19 വർഷത്തെ പിഴമൂളി വേണം പിണ്ടം വെക്കാൻ. എപ്പോ വിളിച്ചെന്ന് ചോദിച്ചാ മതി, ഞാൻ പോയി കൊണ്ടുവരാച്ചാ ശാസ്ത്രി. ചെല്ല് മോളെ, കുട്ടികളെയും കൂട്ടി അകത്തേക്ക് പോ. ചെല്ല്. വാ മോളെ. അവിടെ ബാഗ് എടുത്ത് കൂടെ ചെല്ലടാ. ഒടുവിൽ അമ്മ തന്നെ ജയിച്ചു. 19 വർഷക്കാലം ശ്രീദേവിയുടെ ഒഴുക്കിയ കണ്ണീർ അവൾ തുടച്ചു. എങ്ങനെയാണെങ്കിലും അവൾ ഈ കുടുംബത്തിൽ വന്നു ചേരാൻ കാരണം ഈ കുടുംബത്തിൽ ആരോ മുജന്മത്തിൽ ചെയ്ത സുഹൃതം കൊണ്ടാ. കണ്ണാടി മുത്തായി നെഞ്ചിൻ ചെറുചൂടിൽ ചിറകാർന്ന പ്രാവുകൾ മിണ്ടാതെ എങ്ങോ മുന്നിൽ ഇരുളേകി മറയുന്നതെന്തിനോ. 1000 ഓർമ്മകൾ തലോടിയോ ആർദ്രമായി നിരാശ മൂടുകയോ നിലാവു കൊള്ളുകയോ. ആരോരുമില്ല വിണ്ണിൻ മണിക്കൂടിൽ മുറിവേറ്റ താരകം തേടുന്നുവേതോ നേരിൻ തിരിനാളം അറിയാത്ത പാതയിൽ. വിമുഖമീ കണ്ണുകൾ വിതുമ്പിയോ പിന്നെയും അലഞ്ഞു നീ തനിയേ വിലോലമീ വഴിയേ. ചിരിമുകിലും മറന്നു പോയി മിഴി നിറയും നിതാ. കനവുകളും പറന്നു ദൂരെ വിട പറയും